റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭാരതം സന്ദർശിച്ചേക്കും. ഈ മാസം അവസാനത്തോടെയാകും സന്ദർശനം. റഷ്യ സന്ദർശിക്കുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇക്കാര്യം അറിയിച്ചത്. ഐസൺ ജോസ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഐസൺ, നിലവിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതിയുമായൊക്കെ ബന്ധപ്പെട്ട് ഭാരതത്തെ വെല്ലുവിളിക്കാനൊക്കെ ചില ശക്തികൾ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് തന്നെ ഈ മാസം അവസാനം ഭാരതത്തിലേക്ക് എത്തും എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും ഗൗതം, ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി സംബന്ധിച്ച വിഷയത്തിൽ തന്നെയാണ് അമേരിക്ക ഭാരതത്തിന് അധിക ചുങ്കവും അതുപോലെ തന്നെ പിഴച്ചുങ്കവും എല്ലാം തന്നെ ഏർപ്പെടുത്തിയത്. അത് ഒരു നിബന്ധനയായി, അതായത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത് നിർത്തിയില്ലെങ്കിൽ വലിയ തുക പിഴയായി ചുമത്തും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള താരിഫായി ചുമത്തുമെന്ന ഒരു നിലപാട് നേരത്തെ തന്നെ ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതിനൊക്കെ പുറകെയാണ് ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓർഡർ, അതായത് 25% അധിക താരിഫ് സെപ്റ്റംബർ 17 മുതൽ നടപ്പാക്കുന്ന 25% അധിക താരിഫ് കൂടി ഈ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ആ പ്രശ്നത്തിൻ്റെ വിഷയത്തിൽ ഒരു അധിക പിഴ തുകയായി അല്ലെങ്കിൽ പിഴ താരിഫായി ചുമത്തിയത്. ഈ താരിഫായി ചുമത്തിയതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഭാരതത്തിൻ്റെ പ്രതിരോധ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റഷ്യ സന്ദർശിക്കുകയും റഷ്യ സന്ദർശിച്ചതിന് ശേഷം ഇക്കാര്യം വളരെ കൃത്യമായി അദ്ദേഹം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. അതായത് പുടിൻ ഈ മാസം അവസാനത്തോടെ, അതായത് 25-ന് ശേഷമോ അല്ലെങ്കിൽ 25-ഓട് കൂടിയോ ഭാരതത്തിലെത്തുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ അവസാനത്തോടെ എത്തുന്നു എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഡേറ്റ് ഇനിയും ഫിക്സ് ചെയ്യാനുണ്ട് എന്നത് മാത്രമാണ് നിലനിൽക്കുന്നൊരു വിഷയം. അമേരിക്ക വലിയ തോതിലുള്ള പ്രകോപനം ഒരു ഭാഗത്ത് ഉയർത്തുന്ന വേളയിലാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് തന്നെ ഭാരതത്തിലെത്തും എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. നിലവിൽ മോസ്കോയിലുള്ള ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നാഷണൽ ഡെസ്കിൽ നിന്നും ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഐസൺ ജോസ്.